ഇന്നതേ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോയില് സെയിൽ നടക്കുന്നുണ്ട്. അപ്പൊ കേറിയില്ലെങ്കിൽ മോശല്ലേ? അപ്പൊ എന്താ പറഞ്ഞു എന്താന്ന് വെച്ചാ മൂത്തുമ്മാടെ മോന്റെ ചെറിയൊരു കല്യാണം ഉറപ്പിക്കലുണ്ട്. അപ്പൊ അതിന് പോവാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ ഇങ്ങനെ സെയിൽ നടക്കുമ്പോ എന്താണെന്ന് കേറി മൊത്തം ഒന്ന് പരതി നോക്കിയില്ലേ വീട്ടിൽ ചെന്ന് സമാധാനം ഉണ്ടാവില്ല. ഡ്രസ്സ് എനിക്ക് നോക്കിയാലൊന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടാ. അപ്പൊ പിന്നെ നോക്കിയപ്പോ ഷൂന്റെ കളക്ഷൻസ് കുറെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ ഷൂ നോക്കാന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള ഷൂ മൊത്തം വലിച്ചു പറിച്ചിട്ടുണ്ട്. എന്നോട് എന്നെ കെട്ടിയോൻ എപ്പോഴും പറയൂട്ടാ, നീ എന്തിനീ മൊത്തം വലിച്ചു പറിച്ചിട്ട് നോക്കണേ, ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്താ പോരേന്ന്. നമ്മൾ പെണ്ണുങ്ങൾക്ക് മൊത്തം വലിച്ചു പറിച്ചിട്ട് അതീന്ന് ഒരെണ്ണം കിട്ടുന്ന സുഖം ഈ കെട്ടിയോമാർക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലോ. അങ്ങനത്തെ നമ്മൾ സ്റ്റുഡിയോന്ന് ഒരു ഗംഭീര പർച്ചേസിങ് തന്നെ നടത്തിയിട്ടാ. ആകെപ്പാട് ഷൂ മാത്രമായിട്ട് എടുത്തുള്ളൂ, ഡ്രസ്സൊന്നും എടുത്തില്ല. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടാ. ഇപ്പോ എന്റെ ടേസ്റ്റിനെ പറ്റി ഇതൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ നമ്മുടെ വിഷയം ഒരു കല്യാണം ഉറപ്പിക്കലാലോ, അപ്പൊ ഒരു പാർട്ടി വേറെ സെറ്റപ്പാണ് എന്റെ മനസ്സിൽ. അതുകൊണ്ട് നമ്മൾ നേരെ വേറെ ഒരു ഷോപ്പിൽ പോയി. ഒരു ഷോപ്പിലല്ല, കുറെ ഷോപ്പിൽ കയറിയിട്ടാ. അതുകൊണ്ട് അവസാനം ഈ ഷോപ്പിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ കുറെ ഷോപ്പിൽ കയറിയോണ്ട് മൊത്തം വീഡിയോ എടുക്കാൻ നിന്നില്ല. കാരണം 5-6 കടയിൽ കയറിയിട്ടുണ്ടാവും. അപ്പൊ ഓരോ കടയിൽ കയറുമ്പോൾ വീഡിയോ എടുക്കാൻ നിന്നാ അതിനാ സമയം ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ആ ഡ്രസ്സിൽ ചേർന്ന കമ്മല് മേടിക്കണം കേട്ടാ. ഞാൻ അങ്ങനെ ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും ഇടില്ല. ആകെപ്പാട് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കമ്മല്, അത്ര തന്നെ. അപ്പൊ ഞാൻ കടയിൽ കയറുമ്പോൾ ആള് പോസ്റ്റ് ആയിട്ട് ഇരിക്കേണ്ട വരുമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പിസ്ത മേടിപ്പിക്കാൻ വേണ്ടി കയറിയതാ. അപ്പൊ ഞാൻ കടയിൽ കയറിയപ്പോ ആളതും കഴിച്ച് വണ്ടിയിലിരുന്നു. വേറെ ശല്യത്തിനൊന്നും വന്നില്ല. അല്ലെങ്കിൽ കയ്യിലില്ലേ എന്ന് വെച്ച് വിളിച്ചോണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഭാര്യമാരോടാണ് പറയാനുള്ളത്, എന്തേലും മേടിക്കാൻ കെട്ടിയോനെ കൂട്ടി പോകുമ്പോ എന്തേലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്ത് വണ്ടിയിലിരുത്താ. അപ്പൊ നമുക്കൊരു ശല്യം ഉണ്ടാവില്ല കേട്ടാ. അല്ലേയുള്ള ചീത്തയും വഴക്കും മൊത്തം കേൾക്കേണ്ടി വരും. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂട്ടാ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.